ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞങ്ങൾ 4 പേരും കൂടെ റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ്. വേറെ എങ്ങും അല്ല കേട്ടോ, കോട്ടയം പോകാനാണ്. അതായത് എൻ്റെ വീട്ടിലോട്ടും അമ്മയുടെ വീട്ടിലോട്ടുമാണ് ഞങ്ങളിന്ന് പോകുന്നത് കേട്ടോ. ഒരു 3-4 ദിവസത്തേക്കിന് പോയി നിൽക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയത് ഈ വണ്ടിയൊക്കെ എടുത്തു. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോയിട്ട്. ഉത്സവമുണ്ട്, നിശ്ചയമുണ്ട്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കോട്ടയം പോകാനായിട്ട് നിൽക്കുന്നത്. മെയിനായിട്ട് അച്ഛനൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾ 4 പേരും കൂടെ കാറിലിരുന്ന് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി എറണാകുളം കയറി. അപ്പോൾ ഇത് എറണാകുളം മഹാരാജാസിൻ്റെ അവിടെയാണ് കേട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നല്ല രസമല്ലേ, അപ്പുറം ഇപ്പുറം നല്ല മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാതാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്ത് ഒരു കടയിൽ കയറി, ഹോട്ടലിൽ കയറി. ഉടുപ്പി ഹോട്ടലിലാണ് കയറിയത് കേട്ടോ. നല്ല മസാല ദോശയും പൂരിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വരുന്ന വഴിക്ക് അമ്മയുടെ ഒരു കസിൻ്റെ വീട്ടിൽ കയറി കേട്ടോ. എപ്പോഴും അവരിവിടെ കയറണമെന്ന് പറയാറുണ്ട് പോരുന്ന വഴിക്ക്. തലയോലപ്പറമ്പിലാണ്, പക്ഷെ ഞങ്ങൾക്ക് കയറാൻ സമയം കിട്ടാറില്ല. പക്ഷെ അമ്മ ചെന്നപ്പോൾ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ. ഇവർക്ക് ഹോട്ടലൊക്കെയാണ്, അപ്പോൾ ഇവർ നൈറ്റ് ഹോട്ടലൊക്കെ നടത്തുന്നവരാണ്. അപ്പോൾ അവിടുന്ന് നാരങ്ങയൊക്കെ തന്നു വിടുന്നുണ്ട്. വേണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾക്ക് അതൊക്കെ തന്നു വിടുകയാണ്. അങ്ങനെ ഞങ്ങൾ മണർകാട് എത്തി കേട്ടോ. മണർകാട് എത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് പോകണമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുതുപ്പള്ളിയിലെത്തി, പുതുപ്പള്ളി കവല എത്തി കേട്ടോ. ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ നാട്ടിലോട്ട് എത്തിയല്ലോ എന്നൊരു ഫീല്. അപ്പോൾ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീട്ടിലോട്ട് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ വന്നിരുന്ന എൻ്റെ അമ്മയോട് ഒന്ന് വർത്താനം പറയാണ് രണ്ടുപേരും. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് അച്ഛനും അമ്മേനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടാക്കിയത് അമ്മയുടെ വീട്ടിലേക്ക്. എന്നെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടിട്ട് അമ്മയ്ക്ക് എന്ത് തോന്നി? കുറേ 3 മാസം ഞാൻ വന്നിട്ട് കണ്ടിട്ട് എന്ത് തോന്നി? കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വന്നിട്ട് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, സന്തോഷം. അങ്ങനെ അമ്മയും അച്ഛനൊക്കെ കുറേ നേരം വർത്താനം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്മേനെ അച്ഛനെയും കൊണ്ട് അമ്പറ വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവൻ ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ കുഞ്ഞാപ്പിയാണ്. അപ്പോൾ ഇവൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ ചേട്ടായിട്ടിരുന്ന് ഭയങ്കര വർത്താനം പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇവൻ്റെ കൂടെ ഇരുന്ന് വർത്താനം പറയാനും സമയം ചെലവഴിക്കാനും. ഇവൻ ഞങ്ങളുടെ എല്ലാമായ മുത്താണ്. അപ്പോൾ ചേട്ടാ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചമ്മലൊക്കെ ഉണ്ട്, എന്നാലും പുള്ളി ആക്റ്റീവായിട്ട് വർത്താനമൊക്കെ പറയും. നമ്മളിങ്ങി റെഡി ആയിട്ട് എങ്ങോട്ട് പോവാണ്? ഉത്സവത്തിന്. എവിടെ ഉത്സവം പറ? അതെവിടാന്ന് പറ? എന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്ര അടുത്താണ് കേട്ടോ അമ്പലം ഞങ്ങളുടെ വരുന്നത്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇവിടെ ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ രാത്രിയൊക്കെ പോയിരുന്ന് കാണുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വരാനായിട്ട് പറ്റിയില്ലായിരുന്നു. ഈ വർഷം എന്തായാലും വരണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉത്സവപ്പറമ്പിലെത്തി. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് കോട്ടയം പുതുപ്പള്ളിയിലാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പേരെന്ന് പറയുന്നത് വാഴക്കുളം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ തൈപ്പൂയത്തോടനുബന്ധിച്ചാണ് കേട്ടോ ഞങ്ങളിവിടെ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പം ഞങ്ങൾ ചെന്ന ദിവസം 1-ാം ദിവസമായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ പരിപാടിയുള്ളൂ. ചെറിയ തോതിലൊക്കെയാണ് പരിപാടി നടത്തുന്നതെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ഡാൻസൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷവും നാട്ടുകാരെ കണ്ടതിൻ്റെ സന്തോഷമൊക്കെ ആയിട്ട് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടായിട്ട് ആദ്യമായിട്ടാണ് ഉത്സവം പങ്കെടുക്കാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്തത്. കുറേ നാളുകൂടിയാണ് ഇവളുമാരെയൊക്കെ കാണുന്നത്. എൻ്റെ എല്ലാമായ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ. ഞങ്ങൾ കുഞ്ഞുനാൾ തൊട്ടുള്ള കൂട്ടുകാരാണ്. അങ്ങനെ പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ എന്നാൽ തീരുമാനിച്ചാൽ അമ്പലത്തിൽ നിന്ന് തന്നെ കഞ്ഞി കുടിച്ചേക്കാന്ന്. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആയിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഞ്ഞി കുടിക്കാനും
ഈ കഞ്ഞി ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കാനൊക്കെ ഭയങ്കര ഒരു പ്രത്യേക അനുഭവമാണ്. എനിക്കിങ്ങനെ വന്നിരുന്ന് കുടിച്ചപ്പം ഞാൻ പഴയ നേരത്തെ വന്നിരുന്ന് കുടിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ മനസ്സിൽ വന്നു. അപ്പോൾ ദേ നാളെ കാവടിയുണ്ട്. അതിന് വേണ്ടി കാവടിയൊക്കെ പൂജിച്ച് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാത്രിയായി കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനൊരു വൈൻഡപ്പ് എടുത്തേക്കാന്ന് ഓർത്തിട്ട് ഒരു വീഡിയോയ്ക്ക് ഒരു വൈൻഡപ്പ് എടുക്കുകയാണ്. ഒരു ഹർബറി ആയിട്ടുള്ളൊരു പോക്കും വരവൊക്കെ ആയിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.